ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദേവനാരായണൻ ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുകയാണ്. ആ സമയം വരുണിന് യശോദ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴും വരുൺ രാധികയെ കണ്ട ഓരോ നിമിഷങ്ങൾ ഓർത്തിരിക്കുകയാണ്. വരുൺ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കാണുമ്പോൾ മുത്തശ്ശി ചോദിക്കും, മോൻ എന്തായി ആലോചിക്കുന്നത്? അപ്പോൾ വരുൺ പറയും, ഞാനിവിടെ വന്നത് മുതലുള്ള ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു. ഞാനേ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് നടന്നിട്ട് വരാമെന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയും, മോൻ തനിച്ച് പോകണ്ട, പ്രിയങ്കമ്മോള് കൂടെ വരും. അപ്പോൾ വരുൺ പറയും, അത് വേണ്ട, ഞാൻ തനിച്ച് പോയിക്കോളാം, എനിക്കതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് വരുൺ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയും, അവൻ കൂടെ വരണ്ട എന്ന് പറഞ്ഞു, എന്നാലും കുറച്ച് കഴിയുമ്പോൾ അവനെ അന്വേഷിക്കാൻ എന്ന് വ്യാജേന നീ അവനെ പോയിട്ട് കൂട്ടിക്കൊണ്ടുവരണം. ആ നശിച്ചവളെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ആർക്കറിയാം? ആർക്കും ലഭിക്കാത്ത ഭാഗ്യമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. അത് നീ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. അപ്പോൾ പ്രിയങ്ക പറയും, ഇല്ല മുത്തശ്ശി, കണിമംഗലത്ത് പിടിച്ചു നിൽക്കാനുള്ള സൂത്രമൊക്കെ എനിക്കറിയാം. അതേസമയം വരുൺ വഴിയിലിരിക്കുന്ന രാധികയെ കാണുകയാണ് കേട്ടോ. വരുണിനെ കണ്ടതും രാധിക പതിവ് പോലെ ഓടിയകത്ത് മുകളിലേക്ക് പോവുകയാണ്. ഈയിടെ ഓടല്ലേ, ഒന്ന് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് വരുൺ രാധികയുടെ പുറകെ പോവുകയാണ് കേട്ടോ. എന്നിട്ട് രാധികയെ പിടിച്ച് നിർത്തിയിട്ട് ചോദിക്കും, എങ്ങോട്ടാ താനീ പോകുന്നത്? ഇനിയും നീ ഇങ്ങനെ ഒളിച്ചോടാൻ ഞാൻ സമ്മതിക്കില്ല. ഊണിലും ഉറക്കത്തിലും ഞാൻ നിന്നെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. എന്തിനാണ് നീ എന്നിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്? നീ എവിടേക്കാണ് പോകുന്നത്? നീ എവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്? അപ്പോൾ രാധിക പറയും, ഞാൻ പറയില്ല. എന്നെ മനസ്സിൽ കൊണ്ട് നടക്കുന്നതും എന്നെ തിരിഞ്ഞു നടക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. ഇത് കേൾക്കുമ്പോൾ വരും പറയും, കള്ളം, നിന്റെ കണ്ണുകളിൽ എന്നോടുള്ള ഇഷ്ടമുണ്ട്. അപ്പോൾ രാധിക പറയും, ഇല്ല, എനിക്കൊരു ഇഷ്ടമില്ല. അപ്പോൾ വരും പറയും, നീ എൻ്റെ പെണ്ണാണ്. അപ്പോൾ രാധിക പറയും, എനിക്കത് കേൾക്കണ്ട. അപ്പോൾ വരും പറയും, എന്നാൽ ശരി, ഇത്രയും കാലം നിന്നെ തിരിഞ്ഞ് നടക്കുമ്പോൾ ഞാൻ മനസ്സിലെടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു. നിന്നെ കണ്ടെത്താനോ നിന്നോട് സംസാരിക്കാനോ ആയില്ലെങ്കിൽ, നിന്നെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ അങ്ങേ ചത്തു കളയുമെന്ന്. ഏതായാലും അതിപ്പോൾ നിന്റെ മുമ്പിൽ വെച്ച് തന്നെ ആവാമെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പാറയുടെ മുകളിലേക്ക് ഓടിക്കയറി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഏയ് നിൽക്ക്, ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് രാധിക വരുണിൻ്റെ പുറകെ ഓടി പോകുന്നുണ്ട്. പാറയുടെ മുകളിലെത്തിയ വരുൺ പറയും, ഞാനിപ്പോൾ ഈ പാറയുടെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഞാനിപ്പോൾ താഴേക്ക് ചാടിയാൽ ഒരു കാരണവശാലും തിരികെ കിട്ടില്ല. എൻ്റെ സ്വപ്നങ്ങളുമായിട്ട് എനിക്ക് മരിക്കാം. ഇത് കേൾക്കുമ്പോൾ രാധിക പറയും, നിങ്ങൾ വിവാഹം കഴിച്ച ആളല്ലേ, എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ വിഷമിപ്പിക്കുന്നത്? അപ്പോൾ വരും പറയും, ഏത് ഭാര്യ? ഒരു പുരുഷൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാലേ അവൻ താലി കെട്ടുന്ന പെണ്ണാണ്. അങ്ങനെ ഒരു ഭാര്യ എനിക്കുള്ളൂ, അത് നീയാണ്. നിന്റെ കഴുത്തിലാണ് ഞാൻ താലി കെട്ടിയത്. അപ്പോൾ രാധിക പറയും, നുണ പറയരുത്, ദൈവദോഷം കിട്ടും. അപ്പോൾ വരും പറയും, എനിക്ക് നീ ഒന്നും കേൾക്കണ്ട. ഞാൻ ഇവിടെ നിന്ന് താഴേക്ക് ചാടണ്ടെങ്കിൽ എനിക്ക് കേൾക്കേണ്ടത് മറ്റൊന്നാണ്. എന്നെ നീ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നത്, എന്നോടൊപ്പം നീ ജീവിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ രാധിക പറയും, എനിക്കതൊരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ എന്ത് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു പാപജന്മാണ്, ഇനിയും എന്നെക്കൊണ്ട് പാപം ചെയ്യിക്കരുത്. അപ്പോൾ വരും പറയും, എനിക്കിനി ഒന്നും സംസാരിക്കാനില്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ രാധിക പോയിട്ട് വരുണിൻ്റെ കൈ പിടിച്ച് വലിച്ചിട്ട് പോകല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പറയുകയാണ് കേട്ടോ. അപ്പോൾ വരും പറയും, എന്നോട് സംസാരിക്കാമെന്ന് പറ, നീ എന്നോട് സത്യങ്ങൾ പറയാമെന്ന് പറ, ഇല്ലെങ്കിൽ നിൻ്റെ ഈ സംരക്ഷണം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് രാധികയുടെ കൈ തട്ടി പിടിച്ച് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ രാധിക പോയിട്ട് വരുണിനെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പോഴേക്കും വരുണിനെ അന്വേഷിച്ച പ്രിയങ്ക പാറയുടെ മുകളിലേക്ക് കയറി വരുന്നത് വരുണും രാധികയും കൂടെ കാണാണ് കേട്ടോ. പ്രിയങ്കയെ കണ്ട വരുൺ പറയും, എനിക്ക് നിന്നോട് പറയാനുള്ളതേ അവൾ കൂടെ കേൾക്കട്ടെ. അവൾക്ക് പകരം ഞാൻ താലി കെട്ടിയത് നിന്നെയാണെന്ന് അവൾ കൂടെ അറിയട്ടെ. അപ്പോൾ രാധിക പറയും, ദയവ് ചെയ്ത് ഞാൻ പറയുന്നതെന്ന് കേൾക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മരണത്തിന് തയ്യാറായതുപോലെ എനിക്ക് തയ്യാറാക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ഒരു പാറയുടെ പിറകിൽ പോയിട്ട് ഒളിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വരും പറയും, ഞാൻ ഇപ്പോൾ പോയിക്കോളാം, പക്ഷേ എനിക്ക് നിന്നോട് സംസാരിക്കണം. നാളെ വൈകുന്നേരം ക്ഷേത്രത്തിലെ കുളക്കരയിൽ നീ വരണം. നീ വന്നില്ലെങ്കിൽ നിനക്ക് എന്നെ ഒരു തരി പോലും ഇഷ്ടമില്ല എന്ന് ഞാൻ മനസ്സിലാക്കും. പിന്നെ ഞാൻ ജീവിക്കില്ല. ഇത് കേൾക്കുമ്പോൾ രാധിക കരഞ്ഞുകൊണ്ട് പറയും, ഞാൻ വന്നോളാം, ഇപ്പോൾ നിങ്ങൾ അവളുടെ അടുത്തേക്കൊന്ന് പോ, പ്ലീസ് ഒന്ന് പോ. അപ്പോൾ വരുൺ താഴേക്ക് ഇറങ്ങി പ്രിയങ്കയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് പറയും, ഞാൻ കാണാൻ ആഗ്രഹിച്ച കാഴ്ച ഞാൻ ഇവിടെ കണ്ടു. ഈ കാഴ്ച കണ്ടാൽ ഞാൻ ഒരിക്കലും ക്ഷീണിക്കില്ല. എനിക്കത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയങ്കയുടെ കൂടെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വരുൺ പറയും, ഈ കറികൾക്കൊക്കെ നല്ല സ്വാദുണ്ടല്ലോ, ആരും ഇതൊക്കെ ഉണ്ടാക്കിയത്? ഇത് കേൾക്കുമ്പോൾ ദേവനാരായണൻ പറയും, എന്താ സംശയം, മോള് തന്നെ. ഇത് കേട്ട മുത്തശ്ശി പറയും, മോളെന്ന് പറഞ്ഞാലേ പ്രിയങ്ക മോള് തന്നെ.
അത് കേട്ട് ദേവനാരായണൻ മുത്തശ്ശിയൊന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും രാധിക തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ അടുത്ത പ്രോമോയിൽ കാണിക്കുന്നത് സോണിയ പോയിട്ട് കണിമംഗലത്തേക്ക് പോയ കാര്യമൊക്കെ ഐശ്വര്യയോട് പറയുന്നതാണ് കേട്ടോ. അത് കേട്ട ഐശ്വര്യ ദേവനാരായണൻ തിരുമേനിയുടെ മകൾ പ്രിയങ്കയെ എനിക്ക് നേരിട്ടൊന്ന് കാണണമെന്ന് സോണിയോട് പറയുകയാണ്. അതേസമയം എനിക്ക് നിന്നെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് വരുൺ പ്രിയങ്കയോട് തുറന്നു പറയാണ് കേട്ടോ. അത് കേട്ട് വിഷമിച്ചിരിക്കുന്ന പ്രിയങ്കയെ കാണിച്ചുകൊണ്ടാണ് ആ പ്രോമോ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമല്ല, മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.